ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. മലയാളികളായ നമ്മൾക്ക് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലേ ഇഞ്ചിക്കറി. അപ്പോൾ സദ്യയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ലൈഫിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പാലക്കാടൻ ഇഞ്ചിക്കറിയാണ് ഞാനിവിടെ കാണിക്കണത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം മാത്രമേ ഉലുവ ചേർക്കാൻ പാടുള്ളൂ. ഉലുവ ഇടാം. ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ച കറിവേപ്പിലയാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മണം ഉണ്ടാവും ഇഞ്ചിക്കറിക്ക്. നന്നായിട്ടൊന്ന് വതങ്ങിയ ശേഷം പുളിവെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഞാൻ പുളി എപ്പോഴും കൂട്ടാനാകട്ടെ അതേപോലെ ഇഞ്ചിക്കറിക്കും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിൽ നിന്നാണ് ജ്യൂസ് എടുക്കാറ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടും. 2 വലിയ നാരങ്ങയുടെ വലുപ്പത്തിലെടുത്ത പുളിയാണ്. കണ്ടില്ലേ, ഇത് ചണ്ടി മാത്രമായിട്ടുണ്ട്. പുളി ഇങ്ങനെ നന്നായിട്ട് വെട്ടി തിളയ്ക്കണ നേരത്ത് നമുക്ക് ഇഞ്ചി ഇടാം, പിന്നെ പച്ചമുളക്. ഇനി ഇത് നന്നായിട്ട് വെന്തിട്ട് കുറുകി വരണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ വേണ്ടത് മുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് വെല്ലം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെല്ലം ഇട്ട് കൊടുക്കാം. ഇനിയും കുറുകി വരട്ടെ. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ ഭാഗത്ത്, അതായത് എറണാകുളം ഭാഗത്ത് വെക്കണ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിരുന്നു. ഇത് എൻ്റെ അമ്മയുടെ ഭാഗത്ത്, അതായത് പാലക്കാട് ഭാഗത്ത് ഉണ്ടാക്കണ ഇഞ്ചിക്കറി. എൻ്റെ അമ്മൂമ്മയൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. രണ്ടും വലിയ വ്യത്യാസമില്ല. 2 രീതിയിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങളിൽ പലരും ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കാത്ത രീതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കൂ. കുറച്ചുകൂടെ ഉപ്പ് വേണം, ഇട്ട് കൊടുക്കാം. ഇനി ആറിക്കഴിയുമ്പോൾ ഒന്നും കൂടെ കൊഴുക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്താനാണ് എനിക്കിഷ്ടം. ഒരുപാട് തിക്കായിട്ടുള്ള ഇഞ്ചിക്കറി ഇഷ്ടമല്ല. ഇത് ആറിക്കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള പാകമാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.